കേരള രാഷ്ട്രീയത്തിലെ ചരിത്ര ചിഹ്നമായ മലമ്പുഴ മണ്ഡലം വീണ്ടും ഒരു കള്ളക്കളിയുടെ വേദിയാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ട തകർക്കാൻ വർഷങ്ങളായി കഴിയാതെ വന്ന കോൺഗ്രസും ബി.ജെ.പിയും ഇത്തവണ പിന്നാമ്പുറ തന്ത്രങ്ങളുമായി രംഗത്തെത്തിയെന്ന രാഷ്ട്രീയ ചർച്ചകൾ ശക്തമാക്കുകയാണ്. ഒരു വശത്ത് UDF സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന പേരിൽ പരീക്ഷണം നടത്തുമ്പോൾ മറുവശത്ത് ബി.ജെ.പി വോട്ട് വിഹിതം കൂട്ടാനുള്ള കണക്ക് കൂട്ടലിലാണ്. ആശയ പോരാട്ടത്തിൽ ജയിക്കാനാകാതെ വന്നപ്പോൾ വോട്ട് ഭിന്നിപ്പിക്കൽ എന്ന പഴയ രാഷ്ട്രീയ കളി വീണ്ടും അരങ്ങേറുകയാണോ എന്നതാണ് ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം. ഇടതുപക്ഷത്തിന്റെ ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ ധൈര്യമില്ലാതെ പരോക്ഷ തന്ത്രങ്ങളിലൂടെ നേട്ടം കൊയ്യാനാണ് ബി.ജെ.പിയും കോൺഗ്രസും ശ്രമിക്കുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ജനാധിപത്യ പോരാട്ടത്തെ തുറന്ന രാഷ്ട്രീയ മത്സരമാക്കുന്നതിനു പകരം കണക്ക് കൂട്ടലുകളും ഒത്തുകളികളും വഴി ചെങ്കോട്ട കുലുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇരു കക്ഷികളും എന്ന ആരോപണമാണ് ഇപ്പോൾ രാഷ്ട്രീയ വേദികളിൽ ചർച്ചയാകുന്നത്. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ നിയമസഭാ മണ്ഡലം കേരള രാഷ്ട്രീയത്തിലെ ചെങ്കോട്ടകളിലൊന്നാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തുടർച്ചയായി 4 തവണ ജയിച്ച മണ്ഡലത്തിൽ ഒരിക്കൽ പോലും മറ്റ് മുന്നണികൾക്ക് ജയിക്കാനായിട്ടില്ല. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ സർപ്രൈസ് നീക്കം നടത്തുകയാണ് UDF. VSന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റും വിശ്വസ്തനുമായിരുന്ന സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ആലോചന. സുരേഷ് സ്വതന്ത്രനായി മത്സരിക്കുമെന്നും UDF പിന്തുണയോടെയാകുമെന്നുമാണ് റിപ്പോർട്ടുകൾ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് സുരേഷ് UDFനോട് അടുത്തു കഴിഞ്ഞു. LDFും UDFും നേർക്കുനേർ മത്സരിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി 2ാം സ്ഥാനത്തെത്തുന്നത് ബി.ജെ.പിയാണ്. കോൺഗ്രസ് വോട്ടുകൾ UDFിലേക്ക് പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണിത്. സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം കൂടുതൽ UDF വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ചേർക്കാൻ ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിലൂടെ CPMനെ ദുർബലപ്പെടുത്തുകയും പറ്റിയാൽ ഒരു സീറ്റ് ഇല്ലാതാക്കുകയും എന്ന ലക്ഷ്യവും UDFനുണ്ട്. VS അച്യുതാനന്ദന്റെ പേരിൽ സുരേഷിന് ഇവിടെ ജനകീയത നേടാൻ സാധിക്കില്ല. CPMന്റെ പ്രാദേശിക നേതാവ് മാത്രമായിരുന്ന വ്യക്തിയാണ് സുരേഷ്. ബി.ജെ.പിയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണിത്. സംസ്ഥാന നേതാക്കളിൽ ആരെങ്കിലും ഇവിടെ മത്സരിക്കുമെന്ന് ഉറപ്പ്. പ്രത്യേകിച്ചും UDF ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നേട്ടമാകുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. മറ്റു മണ്ഡലങ്ങളിൽ ബി.ജെ.പിയുടെ വോട്ട് കിട്ടാനുള്ള കോൺഗ്രസിന്റെ ഒത്തുകളിയാണിതെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നു കഴിഞ്ഞു. LDF ശക്തമായ സാന്നിധ്യമാണെങ്കിലും ബി.ജെ.പി തുടർച്ചയായി വോട്ടിംഗ് ശതമാനം ഉയർത്തുന്ന മണ്ഡലം കൂടിയാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വോട്ട് ഷെയർ കുറഞ്ഞു. മലമ്പുഴ അസംബ്ലി സെഗ്മെന്റിലെ ചില ബൂത്തുകളിൽ UDFന് നേരിയ മുൻതൂക്കം ഉണ്ടായിരുന്നെങ്കിലും മൊത്തത്തിൽ LDFന്റെ ശക്തി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. സുരേഷ് CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട നിലയിലാണ്. VSന്റെ നിഴലായി പ്രവർത്തിച്ച അദ്ദേഹത്തിന് മലമ്പുഴയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചേക്കില്ല. CPMന്റെ വോട്ട് ഷെയർ 5 മുതൽ 10% കുറയ്ക്കുകയാകും UDF ലക്ഷ്യമിടുന്നത്. കോൺഗ്രസിന്റെ നീക്കം ഇടതുപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി.ജെ.പിക്ക് പരോക്ഷ സഹായകമാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. VSന്റെ മകൻ VA അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമോ എന്നതും നിർണായകമാണ്. മലമ്പുഴയിലെ രാഷ്ട്രീയ നാടകം തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ചർച്ചകളിലൊന്നായി മാറിയിരിക്കുകയാണ്. സുരേഷിന്റെ തീരുമാനവും CPMന്റെ പ്രതികരണവും കാത്തിരിക്കുകയാണ് കേരള രാഷ്ട്രീയം.